ഹലോ ഗൈസ്, ജെയ്മീൻ 2025 23rd ഷിഫ്റ്റ് 2 ക്വസ്റ്റ്യൻ 12ാമത്തെ ക്വസ്റ്റ്യനാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഓക്കെ, ശ്രദ്ധിക്കുക. ലെറ്റ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. അപ്പോൾ ഈ ക്വസ്റ്റ്യൻ നമ്മൾ വായിക്കുന്ന സമയത്ത് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കുന്നത് ഇതിൽ നമുക്ക് ട്രിഗണോമെട്രിയുടെ കോൺസെപ്റ്റും ഉണ്ട്, അതേപോലെ സ്ട്രൈറ്റ് ലൈനിലെ കോൺസെപ്റ്റും ഉണ്ട്. പക്ഷേ എന്നാൽ കൂടുതലായിട്ടും എന്താണ് ട്രിഗണോമെട്രിയിലെ കോൺസെപ്റ്റാണ്. അപ്പോൾ അങ്ങനെയാണ് നമുക്ക് എല്ലാ മാർഗ പ്രകാരം നമുക്ക് ട്രിഗണോമെട്രിയിലെ ക്വസ്റ്റ്യൻ ആണ് നമുക്ക് എന്താക്കാം പറയാം. റെഡിയല്ലേ? അപ്പോൾ ശ്രദ്ധിക്കുക. അപ്പോൾ എന്താണ് നമുക്ക് ചോദ്യം? ലെറ്റ് ദ റേഞ്ച് ഓഫ് ദ ഫംഗ്ഷൻ. ഓക്കെ, ആ ഒരു വലിയ ഫംഗ്ഷൻ തന്നിരിക്കുകയാണ്. ഓക്കെ, ബി ആൽഫ കോമ ബീറ്റ, ദെൻ ദ ഡിസ്റ്റൻസ് ഓഫ് ദ പോയിന്റ് ആൽഫ കോമ ബീറ്റ ഫ്രം ദ ലൈൻ 3x + 4y + 12 0 ഈസ്. ഓക്കെ, അപ്പോൾ നമുക്ക് ആദ്യം എന്താക്കണം? അതിൻ്റെ റേഞ്ച് കണ്ടുപിടിക്കണം. അപ്പോൾ റേഞ്ച് എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ ആൽഫ കോമ ബീറ്റ എന്ന് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ നമ്മൾ അതിന് വേണ്ടി ഇതിനെ സിംപ്ലിഫൈ ചെയ്ത് തുടങ്ങാം. ഇവിടെ f of x = എന്താണ്? 6 പ്ലസ് എന്താണ്? 16 cos x ഇൻറ്റു cos π/3 - x ഇൻറ്റു എന്താണ്? cos π/3 + x അല്ല ഇൻറ്റു sin 3x ഇൻറ്റു cos 6x. ഓക്കെ, എനിവേ ശ്രദ്ധിക്കുക. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താണ് ഇത് നമുക്ക് എന്ത് പറയാം? cos x ഇൻറ്റു അല്ലേ cos π/3 - x ഇൻറ്റു cos π/3 + x. ഓക്കെ, നമുക്കറിയാം എന്താണത്? വാട്ട് ഈസ് ആട്ട്? അത് ഡയറക്റ്റ് നമ്മൾ പഠിച്ച ഫോർമുലയാണ് അല്ലേ? വാട്ട് ഈസ് ആട്ട്? 1/4 cos 3x. ഓക്കെ അല്ലേ? 1/4 cos 3x ആണ്. ഓക്കെ, ഇൻറ്റു ഇവിടെ എന്തുണ്ട്? sin 3x ഇൻറ്റു എന്താണ്? cos 6x. ഓക്കെ, അപ്പോൾ ഇത് രണ്ടും കൂടി ക്യാൻസൽ ആയിട്ട് പോയി, ശരിയല്ലേ? അപ്പോൾ 6 + 4 cos 3x അല്ലേ ഇൻറ്റു sin 3x അല്ലേ ഇൻറ്റു എന്ത് പറ്റി? cos 6x എന്ന് കിട്ടി, ശരിയല്ലേ? അപ്പോൾ ഞാനൊരു കാര്യം പറയട്ടെ, ഈ 4നെ എനിക്ക് എങ്ങനെ മാറ്റി എഴുതാൻ പറഞ്ഞാട്ടെ? 2 × 2 എന്ന് പറഞ്ഞിട്ട് മാറ്റി എഴുതാം. ഓക്കെ, അപ്പോൾ അങ്ങനെ മാറ്റി എഴുതുന്ന സമയത്ത് ഈ 2 cos 3x sin 3x അല്ലേ എന്ന് പറഞ്ഞാൽ അതെന്താണ്? sin 6x ആണ്. നമുക്കറിയാം 2 sin x cos x എന്ന് പറഞ്ഞാൽ sin 2x ആണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ 2 sin 3x cos 3x എന്ന് പറയുമ്പോൾ sin 6x ആണ്, ശരിയല്ലേ? ഓക്കെ, അപ്പോൾ അങ്ങനെയാണെങ്കിൽ മക്കളെ അങ്ങനെയാണെങ്കിൽ നമുക്കിതെന്തായിട്ട് മാറി? 6 അല്ലേ പ്ലസ് 6 പ്ലസ് നോക്കണേ 2 × 2 cos 3x sin 3x അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്? sin 6x ആണ്. ഓക്കെ ഇൻറ്റു എന്താണ്? cos 6x, ശരിയല്ലേ? അപ്പോൾ എഗെയിൻ നിങ്ങൾ നോക്കിയാട്ടെ 6 പ്ലസ്. ഓക്കെ, വാട്ട് ഈസ് 2 sin 6x ഇൻറ്റു cos 6x? വാട്ട് ഈസ് 2 sin a cos b? നമുക്കറിയാം 2 sin a sin a what is 2 sin x cos x sin 2x അല്ലേ? അപ്പോൾ അങ്ങനെയാണെങ്കിൽ what is 2 sin 6x cos 6x നമുക്കറിയാം എന്താണ്? sin 12x എന്ന് വരും. റെഡി അല്ലേ? അപ്പോൾ ഇതിൻ്റെ റേഞ്ചാണ് നമുക്ക് എന്താക്കേണ്ടത്? അറിയേണ്ടത് അല്ലേ? നമുക്കറിയാം sin x ആയിക്കോട്ടെ, sin 2x ആയിക്കോട്ടെ, sin 3x ആയിക്കോട്ടെ, sin ചക്ക x ആയിക്കോട്ടെ, sin മാങ്ങ x ആയിക്കോട്ടെ. ഓക്കെ, ശ്രദ്ധിക്കുക, sin 12x ആയിക്കോട്ടെ. ഈ sin 12xൻ്റെ റേഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ we know it is what? -1ൻ്റെയും 1ൻ്റെയും ഇടയിലാണ്. ഓക്കെ അല്ലേ? നമുക്ക് വേണ്ടത് ഈ sin 12x + 6ൻ്റെ റേഞ്ചാണ് വേണ്ടത് അല്ലേ? സോ ഇവിടെ ഞാൻ +6 കൊടുക്കുന്നു. ഓക്കെ, ശ്രദ്ധിക്കുക. ഇവിടെ എന്തുകൂടെ മക്കളെ? +6 ഒന്ന് കൊടുക്കുന്നു, ശരിയല്ല? അപ്പോൾ അങ്ങനെയാണ് ഇവിടെ 5 < അല്ലെ 6 + sin 12x < എന്ന് കിട്ടി? 7 എന്ന് കിട്ടി. റെഡി അല്ലേ? അപ്പോൾ അഥവാ ഈ പറഞ്ഞ 6 + sin 12x ബിലോങ്സ് ടു എന്താണ്? ക്ലോസ്ഡ് ഇൻ്റർവൽ എന്താണ് മക്കളെ? ആൽഫ കോമ ബീറ്റ അല്ലേ? അഥവാ റേഞ്ച് അല്ലേ? അഥവാ ക്ലോസ്ഡ് ഇൻ്റർവൽ എന്താണ്? ഓക്കെ 5,7 അല്ലേ? അപ്പോൾ നമ്മൾ ഈ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ആൽഫ ബീറ്റ കമ്പയർ ചെയ്യുകയാണെങ്കിൽ ആൽഫ = 5 ബീറ്റ = നമുക്ക് എന്ത് കിട്ടും? 7 എന്നും കിട്ടും. ഓക്കെ, അപ്പോൾ അങ്ങനെയാണ് ചോദ്യം എന്താണ്? ആൽഫ കോമ ബീറ്റ എന്ന് പറഞ്ഞ പോയിന്റിൽ നിന്നും ഈ ലൈനിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഓക്കെ, അത് ഏത് +2 പഠിച്ച കുട്ടിക്കും എന്ത് ചെയ്യാൻ വേണ്ടി പറ്റും അല്ലേ? ഈ പറഞ്ഞ സാധനം. റെഡി? പക്ഷെ നേരത്തെ പറഞ്ഞ സാധനം പഠിക്കണമെങ്കിൽ എന്ത് വേണം നമുക്ക്? ട്രിഗണോമെട്രിയുടെ ആ ഫോർമുല നമ്മൾ അറിയണം. റെഡി അല്ലേ? അപ്പോൾ ഇവിടെ എന്താണ് ഏതാണ് പോയിന്റ്? 5,7 അല്ലേ? ഈ 5,7 നിന്നും എവിടത്തേക്കുള്ള ദൂരം നമ്മൾ കണ്ടുപിടിക്കണം എന്നാണ് പറഞ്ഞിരിക്കുന്നത്? 3x + 4y + 12 ദൂരം കണ്ടുപിടിക്കണം. ഓക്കെ, 3x + 4y + 12 ദൂരം നമ്മൾ കണ്ടുപിടിക്കണം. റെഡി അല്ലേ? അപ്പോൾ മക്കളെ നിങ്ങൾ നോക്കിയാട്ടെ, ഈ ദൂരം കണ്ടുപിടിക്കാൻ വളരെ എളുപ്പമാണ് അല്ലേ? നമ്മുടെ പോയിന്റിൽ നിന്നും ഇതിലേക്കുള്ള ഡിസ്റ്റൻസ് അല്ലേ എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? ഒന്നുമില്ല, നമ്മൾ ആദ്യം ഈ പോയിന്റ് എടുത്തിട്ട് ലൈൻ്റെ ഇക്വേഷൻ കൊടുക്കുക അല്ലേ? അഥവാ 3 × 5 അല്ലേ + 7 × 4 അല്ലേ എന്ന് പറയുമ്പോൾ എന്താണ്? 28 അല്ലേ? ഓക്കെ, +12 ഡിവൈഡ് ബൈ സ്ക്വയർ റൂട്ട് ഓഫ് എന്താണ്? 3² + 4² എന്ന് വരും.
ഓക്കെ. അപ്പോൾ 3 × 15 നമുക്കറിയാമെന്നാണ് 15 ആണ്. ഓക്കെ, 15 ആണ് അല്ലേ, പ്ലസ് 28 പ്ലസ് 12 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 15 പ്ലസ് ഇതെന്താ 40 അല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്താണ് 55, ശരിയല്ലേ. ഡിവൈഡ് ബൈ ഇതാണെങ്കിൽ √25 അല്ലേ എന്ന് പറഞ്ഞാൽ 55 ഡിവൈഡ് ബൈ 5 അഥവാ നമ്മുടെ ഉത്തരം എന്ത് കിട്ടി? 11 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? സോ 1 ആണതിൻ്റെ കറക്റ്റ്. ഓക്കെ.